ഏയ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വെള്ളിയങ്കല്ല് പാർക്കിൽ വന്നതാണ്. പാർക്കിൽ നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. കാരണം വെള്ളച്ചാട്ടവും പാർക്കും ഒക്കെ നല്ല രസമാണ്, കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പാർക്കിൻ്റെ സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ചെയർമാനായിട്ടുള്ള ചോലയിൽ വേലതിനെ ഞാൻ കണ്ടുകൊണ്ടു. അദ്ദേഹത്തിൻ്റെ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. ഹലോ, ഹലോ നേതാവെ, കണ്ടു ഒരുപാട് കാലമല്ലോ. ഇതെന്തൊക്കെയോ വെള്ളിയങ്കലൊന്ന് വെറുതെ ഇങ്ങനെ ഒരു പാർട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ താങ്കളുടെ വിശേഷങ്ങൾക്ക് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ പാർക്കിനെ പറ്റി താങ്കളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ ഇതിൻ്റെ സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റാണല്ലോ. അപ്പോൾ താങ്കളുടെ വിശേഷങ്ങൾ അറിയാൻ അത് ആഗ്രഹമാണ്. വെള്ളിയങ്കലുമായി ബന്ധപ്പെട്ട് പാർക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പാർക്കിൻ്റെ വികസന രംഗത്ത് പാർക്ക് വളരെ പിന്നോക്കാണ്. കോടിക്കണക്കിന് രൂപയുടെ ചെലവഴിച്ച് അതിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളുടെ പാർക്കാണ്, പൈതൃക പാർക്കാണ്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സാണ് അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. പക്ഷേ ടോയ്സുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായിരുന്ന ടോയ്സുകൾ മുഴുവൻ കേടുവന്നിട്ടുണ്ട്. അത് നേരാക്കാനോ അതുമായി ബന്ധപ്പെട്ട് പുതിയത് കൊടുന്ന് ഫിറ്റ് ചെയ്യാനോ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വെള്ളിയങ്കല് സംരക്ഷണ സമിതി ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ പലവട്ടം ഇതിൽ DTPC സെക്രട്ടറിയുമായി സംസാരിച്ച് ബന്ധപ്പെട്ട ആളുകൾ. പക്ഷേ നമുക്കറിയാം, നമ്മുടെ മണ്ഡലത്തിൽ തലയിലൊരു പാർക്ക്, കുട്ടികളുടെ ഒരു പാർക്ക്, ആ പാർക്കിൻ്റെ വികസന രംഗത്ത് പിന്നോക്കമല്ലാതെ മുന്നോക്കമില്ല. കാരണം കുറേ പദ്ധതികൾ കൊടുന്ന് കുറേ ബിൽഡിങ് അല്ലെങ്കിൽ മതിൽ കെട്ടിയിട്ടോ മറ്റ് ഇതായിട്ട് കാര്യം കുട്ടികളെ ആകർഷിക്കാനും ബന്ധപ്പെട്ട ഒരു 10 കുട്ടി വന്നാൽ ആ 10 കുട്ടികൾക്കും അവർ കളിക്കാനുള്ള സൗകര്യമില്ല. അത് വേണം. 10 കുട്ടികൾ വന്നാൽ 5 കുട്ടികൾ മാറി നിൽക്കേണ്ട സ്ഥിതിയാണ്. നമുക്കറിയാം എത്രയോ കൊച്ചു കുട്ടികൾ നോക്കി നിൽക്കുന്നത്. അപ്പോൾ വെള്ളിയങ്കലിൻ്റെ പാർക്കിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ കൂടുതൽ ടോയ്സുകൾ കൊണ്ടുവന്ന് ടോയ്സുകൾ ഇതാക്കി. വെള്ളിയങ്കല് പാർക്കിൽ തൃത്താല കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുവച്ച അന്നത്തെ ആ പദ്ധതികളല്ലാതെ അല്ലെങ്കിൽ ആ ടോയ്സ് അല്ലാതെ പുതിയതൊന്നുമില്ല. ഉള്ളത് നശിച്ചു പോയിട്ടും അത് പുതിയത് കൊടുന്നു വെക്കാനോ അത് മാറ്റി സ്ഥാപിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ഒരു വികസനം ആണ് ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇത് കുട്ടികൾ ഇങ്ങനെ വരിക, നമുക്കറിയാം ഞായറാഴ്ച ആയിരക്കണക്കിന് ആളുകളാണ് സന്ദർശനം നടത്തുന്നത്. അതിൽ 100 കണക്കിന് കുട്ടികളും വരും. പക്ഷേ കുട്ടികളെയൊക്കെ